السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيلي ذلكم وصاكم به لعلكم تتقون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: سيأتي عليكم زمان قوم قلوبهم شتى يعتدلون ويتفرقون في العالم، أو كما قال رسول الله صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സുബഹി ഫജ്റിൽ പിന്നുള്ള ക്ലാസ് അല്ലാഹു ബർക്കത്തിലാക്കട്ടെ. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്ത ജാഗിര വേറെ ജാഗിരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. നാളെ തിങ്കൾ ഇത് റജബ് ഒരു 10 കഴിഞ്ഞിട്ട് റജബ് ബന്ധു, പിന്നെ ഷഅബാൻ, പിന്നെ റമളാൻ. എല്ലാവരും സുപരിചിതമായ ഇത്രത്തോളം അമൽ ചെയ്ത് ഞങ്ങളെ ഒന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു പ്രത്യേക ഒരു ജാഗയിൽ കൂടി അമൽ ചെയ്യിപ്പിക്കാതെ ഒരു ട്രെയിനിങ്. അത് ഇത്രത്തോളം നിസ്കരിച്ച സുബഹി നിസ്കരിച്ച, ളുഹർ നിസ്കരിച്ച, അല്ലേ? നിസ്കരിക്കുക, സുന്ന നിസ്കരിക്കുക. പ്രത്യേക ഒരു ട്രെയിനിങ് എപ്പോൾ നോമ്പാകും, തൗബത്ത് വിശേഷ സമയം, ഖുർആൻ ഓതുന്നത് അതേ ടൈം 24 ഗಂಟೆ ഭാഗിಸಿ എടുത്തെങ്കിലും ನನಗೆ ಇಪ್ಪುള്ള ಬುದ್ಧಿ ಸಮಾನ ಕೊರಿ ಯಾರ ഖുർആൻ ഓതുന്നു. കാരണം ഒരു ഗുണ ഞങ്ങൾ ഇപ്പോൾ വിട്ടുന്ന അത് രണ്ടുണ്ട്. ഇപ്പോൾ തീരാത്തേക്ക് അനാരോഗ്യത്തെ വിട്ടെന്നുള്ളത് അല്ലാതെ ഒരു സാധാരണ ലാഘവ വിട്ടെന്നുള്ളത്. എന്തിനത് നോമ്പില്ല, സുന്നത്ത് നോമ്പേ ഉണ്ട്, ഫർള് നോമ്പില്ല. എൻ്റെ നോമ്പ് പിടിപ്പാട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അമൽ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് വിശപ്പുള്ള സമയത്ത് യാരെ ധ്യാനം ചെയ്യുന്നുള്ള ആ ടൈം അല്ലാഹു ഒതുക്കി തന്നെ. അതേപോലെ അല്ലാഹു റസൂൽ യാരെ ഷഅബാനിൽ എത്ര ഇരിയവും നോമ്പ് നോക്കി ചരിത്രമുണ്ട്. റമളാൻ, ഷഅബാൻ, മുഹമ്മദ് റസൂൽ ചിലപ്പോൾ 15 ദിവസം നോക്കി. നിങ്ങൾക്ക് എന്ത് ചൊല്ലുന്നെങ്കിൽ ടൈം പ്രത്യേക ഒത്തിരി ടൈമും അടുക്ക് അവൻ്റെ മബ്ലഗിട്ടൊന്നുണ്ട്, അവൻ്റെ കൊണയ തീരുമാനത്തെ ജാഗ പ്രത്യേകം ആ ജാഗയിൽ അവൻ്റെ മക്സദ്, അവൻ്റെ ഏമുണ്ട്, അവിടെ പോയിക്കൊണ്ടുള്ള ഒന്നാ രോഗത്തിൽ പോകണ്ട, അല്ലെങ്കിൽ ഗുണത്തിൽ പോകണ്ട, അല്ലെങ്കിൽ വേറെ വ്യത്യസ്തരായ ഏം ഇത്ര അത് എപ്പോൾ അല്ലാഹു അത് നമ്മൾ ഭാര്യ സൂക്ഷിക്കുന്നു. അതുകൊണ്ടും ഇമാം റാസി വിശേഷിപ്പിച്ച ഒരായത്ത് സൂറത്ത് അൻആമിലെ ഒരായത്ത് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പിന്നെ ഇനി ഇൻഷാ അല്ലാഹ് നോമ്പ് തോൽ ഇങ്ങനെ പോട്ടു നോമ്പിന് തർത്തീബാക്കും. അൽ ബക്കറ തുടങ്ങി അൽ ബക്കറ, ആൽ ഇമ്രാൻ, ഇങ്ങനെ ഓരോ ആയത്ത് കേട്ട് മതിയോ. ബസ് 20 മിനിറ്റ് അല്ല ആക്കി 15 മിനിറ്റ് 20 മിനിറ്റിൽ. അപ്പോൾ ഖുർആൻ്റെ ആകത്തുക എല്ലാം നമുക്ക് എന്താവും അത് പിടിയാവും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 153 ആയത്ത് സൂറത്ത് അൻആം വഅന്ന ഹാദാ നിശംസ ഇത്
അയാളെ ഇഷാറത്താക്കണം. സിറാത്തി മുസ്തഖീമ. അറബി ഭാഷയിൽ സിറാത്ത് ചെന്നെങ്കിൽ തീരും. തീയായിട്ടെങ്കിൽ അബു ತಂದೆ, ಅಬಿ ನನ್ನ ತಂದೆ. ಅಬಿ ಹೇಳುമ്പോൾ ಯಾಯಿಟ್ಟೆಂಗ ಬಾಕಿ ಯಾಯಿಟ್ಟೆಂಗ ಅಬಿ. ಅಬ್ ಕೇವಲ ತಂದೆ, ಆರೆಂಟಿಲ್ಲ. ಅಬೂಹು ಅವನ ತಂದೆ, ಅಬೂಹ ಅವರ ತಂದೆ, ಅಬಿ ನನ್ನ ತಂದೆ. അതേപോലെ ഖുർആൻ വിശേഷ അല്ലാഹു സുബ്ഹാനഹു വ അന്ന ഹാദ സിറാത്തി. സിറാത്തി എന്ത്? മുസ്തഖീമ. നന്റെ മുസ്തഖീമായ തെരു. ആരത്? അള്ളാൻ്റെത്. ഞങ്ങൾ എത്ര വരെ ചൊല്ലാത്? പോണയിൽപ്പെട്ട ഫർളാൻ എനിക്ക് ചൊല്ലാം. പോണയിൽപ്പെട്ട ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. എത്ര വട്ട? പോണയിൽപ്പെട്ട ഫർൾ കമ്പൽസറി. ചൊല്ലുന്ന നിസ്കാര ബാക്കി. ആ ഒരു ശബ്ദ ചൊല്ലുന്ന നിസ്കാര ബാക്കി. അവന് എന്ത് വിചാരധാരണം ഇട്ടുണ്ടെങ്കിലും അവൻ പോയ ഇവിടെ പറയുന്ന ഇത് ആരത്? മുസ്തഖീം, സിറാത്തി മുസ്തഖീമ. മുസ്തഖീം എന്നത് ചൊവ്വായത്, വാരില്ലാത്ത, ബെൻഡില്ലാത്ത, ചന്തക്കേട് ഇല്ലാത്ത, ചന്തമുള്ള, നേരെയുള്ള, അക്കൾക്ക് ബുദ്ധിക്ക് ഒക്കും പോലത്തെ, സയൻസ് ഒക്കും പോലത്തെ. അവൻ എന്ത് ആചാര വിചാരം ഉണ്ടെങ്കിൽ ഇത് കടന്നത് പിന്നധികത്വം. ഇങ്ങനെയുള്ള മുസ്തഖീമായ ഒരു തെരു ഇത്. അതുകൊണ്ട് നിങ്ങൾ ഫത്തബിഊഹു. ഇത്തബിഊ സിനിമയാവും. ഫായിഡത് സഡൻലി തീരുമാന ഫൗറൻ അത് ഫായിഡ്. നിങ്ങൾക്ക് അത് അറബി ഭാഷയിൽ ഇത്തബിഊഡിറ്റമയാവും. ഇത്തബിഊ ഫാ വേണ്ട. ഇത് നിങ്ങൾ എപ്പം മനസ്സിലായപ്പോൾ നീ തുടരൂ. കൂടുതലല്ല. ഫത്തബിഊ അഡ്രസ് ഞാൻ ആക്കിയത് നന്റെ തെരു. ഇത് നൂഹ് നബി തുടങ്ങിയ തൗഹീദും അമലും കർമ്മരംഗവും എല്ലാം മുഹമ്മദ് റസൂലുള്ളാഹി. ഇതെല്ലാം മുസ്തഖീമായ തെരു. അതുകൊണ്ട് നീ എന്താക്കണം? ഫത്തബിഊ ഫൗറൻ, വേഗ നിങ്ങൾ ഇതിൽ ഇത്തിബാഅ ചെയ്യണം. ഞാൻ ഇത്തിബാഅ ചെയ്യണം. എല്ലാ അമ്പിയാക്കന്മാരെ മുക്കമ്മലാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇൻസാനിയ മുക്കമ്മലിൻ്റെ പേര് പരിപൂർണത. ഇൻസാനിയത്തിൽ പരിപൂർണത അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. സ്വഭാവത്തിൽ പരിപൂർണത അത് മുഹമ്മദ് റസൂലുള്ളാഹി. ഫാമിലിറ്റിയുള്ള മിങ്കിളായി അങ്ങോട്ട് വേണ്ടതെല്ലാം കൊടുത്തതിൽ ഒരേ ആൾ അത് മുഹമ്മദ് റസൂലുള്ളാഹി. എല്ലാത്തിലും. അതുകൊണ്ട് ഒരു സാധു സഹാബി അള്ളാഹ് റസൂലിനെ അമൽ കണ്ടപ്പോൾ നന്റെ അമൽ മയ്യാവലെ. അതുകൊണ്ട് പെഞ്ഞായോടിൻ്റെ സംബന്ധം വേണ്ട എന്ന് പത്ത് പള്ളി ഭരിച്ചു. അത് ഇമാം മുസ്ലിം റിപ്പോർട്ടായ ഹദീസ്. പള്ളി ഭരിച്ച് നല്ല പള്ളി ഭരിക്ക് നല്ല പണി മാറിയിട്ട് കല്ലല്ലേ. പള്ളി ഭരിച്ച അയാളെ പെണ്ണുങ്ങൾക്ക് ഒത്തു വന്നു. അള്ളാഹ് റസൂലിനെ പെണ്ണുങ്ങൾ ഡ്രസ് നോക്കിയിട്ട് ആയിഷ കേട്ടിട്ട് എന്തേ ശരിക്കും പാതകൾ പൈസങ്ങളെ ഡ്രസ്സ് പോലെ ചെന്ത് ചന്തയില്ലാത്ത നല്ല ഡ്രസ്സ് ചോദിച്ചില്ലേ. അപ്പം എന്തോ ഒരു ശരിയൊരു ജവാബ് കൊടുത്തു പോയി. അള്ളാഹ് റസൂലിനൊട്ടിಗೆ ആയിഷയും ചെന്നു. നാളെ ഇന്നാലെ പെണ്ണിಗೆ ಬಂತಿದ್ದಾರೆ. ഒരു ഭർത്താവ് ഒരു കണക്ഷൻ ഇല്ലാത്ത പെണ്ണിങ്ങനെ ഡ്രസ്സ് പോലെ ഒരു ഇതില്ലാത്ത പോലെ എന്ത് അവന് കുറേ നാളായിട്ട് ഒത്തുകാല ഫോണിലെ വിഷയമാണ്. അള്ളാഹ് റസൂൽ വിഷയിക്കും. അയാൾ പോയി എന്ത് മാറിയിട്ടുക, പിച്ചെടുക്കുക, സർക്കസ്ക, വേറെന്തൊന്നുമല്ല. പിന്നെ പള്ളികളല്ലേ ഔത്തുമല്ലേ. പിന്നെ രസമുണ്ട്. റേഷനെല്ലാം ഒത്തുവച്ച് തിന്നണങ്ങളുണ്ട്. ചാപ്പാക്കൾ അങ്ങനെന്തോ കുത്തിരാത്തങ്ങൾ അള്ളാഹ് സാഹിബ് പാടി. എന്തേ പള്ളിയിലേക്ക് പങ്കെടുത്തു.
നിങ്ങളൊട്ടിಗೆ ഇത്തിബാ ആക്കുമ്പോൾ കുറുവാന്ന് ചൊല്ലുന്നു. അങ്ങനെ എങ്ങനെ ഇത്തിബാക്ക്? നിങ്ങൾ മക്കാമുക്ക ബലീഗത്തുൻ ദറജത്തുൽ റഫിയ. നിങ്ങളെ മക്കാമ്, നിങ്ങളുടെ സ്ഥാനത്തോ എന്തെങ്കിലും ഒതുങ്ങാത്ത സ്ഥാനവും ഞങ്ങൾ എത്തിപ്പെടുത്തിയില്ലാത്ത സ്ഥാനം, അവിടുത്തെ ഒരു സൈഡുകായി ഞങ്ങൾ എത്തേണ്ടി അത് ഇത്തിബാദത്തെടുത്തിങ്ങനെ നിങ്ങളുടെ ജാഗ്രത ഒരു മുട്ടയും കിട്ടണം. അതുപോലെ എപ്പോൾ അതാണ് നൈതികാരണത്തുണ്ടാ ഇവിടെ ഞങ്ങൾ ഈ ആയത്ത് ഓതുമ്പോൾ എല്ലാത്തിലും മുക്കമ്മലാണ് മുഹമ്മദ് നബി. ഓരോ പലക്കിന വിഷയത്തിൽ ആണ് അത്തക്കാമിൻകും അക്ഷ. നിങ്ങളിൽ ഒരു മുത്തഖി പരിപൂർണത ഉള്ളെങ്കിൽ ഇപ്പം ഞാൻ അത് ഫഖർ അല്ലാണ്ട് ഫുള്ളുള്ള ഓർഡർ ഉണ്ട്. ഞാൻ വ്യക്തി ചൊല്ലാം അത്തക്ക തക്വൽ. അത്തക്ക നിങ്ങൾ അത്യുന്നത മക്കാമ് തക്വൽ അക്ഷ. അള്ളാന്റെ പേടിച്ച ഗ്രൂപ്പ് ലോകത്തിൽ എത്രയുണ്ട്? അങ്ങനെ മൊട്ട മുതലും അള്ളാനെ പേടിച്ചാൽ ഞാൻ എങ്കിൽ നക്ക് പെണ്ണുണ്ടല്ലേ, ഞാൻ നിങ്ങളെ പോലെ 24 രൂപ ഇതൊക്കില്ലല്ലേ. എൻ്റെ സംബന്ധ ഒഴിവാക്കിയേ നക്ക് പിഞ്ഞയമാരില്ലേ. ഞാൻ അങ്ങോട്ടേക്ക് ടൈം വെച്ചതല്ല, ಬೇರೆ ಬೇರೆ ಟೈಮುಗಳು ಅಂಕಲ್ ಬೀದಿಸಿ കൊടുത്തത് ഓതിയാക്കി കൊടുത്തു. ആ ടൈം ഞാൻ പോയിക്കൊണ്ടില്ലേ. ഇങ്ങനെ അത് ചെയ്യാത്ത അതുകൊണ്ടും നാളെ പിന്നെ ആ പോക്ക് സ്റ്റോപ്പ് ആക്കണം. ഭാര്യ ഭർത്തർ സംബന്ധത്തെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഹഖീഖത്താണ് വിഷയം. ബിശ്യാദ് ഇബാദത്ത്. ഒരു പെണ്ണ് ആണുക്ക് ഇങ്ങനെ നിക്കാഹ് കൊടുക്കുമ്പോമേ അവർക്ക് 2 കൈയ്യൊന്നും നിൽക്കും, 2 കൈയ്യൊന്നും. ഖസാലിമാവുന്ന ഭാഷ. നീ എപ്പം സഹായിക്കണോ, പിടിക്കണോ, എപ്പം ഒരുപോലെ ഇക്കലും പോകണം, എപ്പം ഒരുപോലെ ഇക്കലെ നീ പിടിക്കണമോ. അത് ഇതിന് കൈയുണ്ടോ? കൈയില്ലെങ്കിൽ ഇങ്ങനെ അമർച്ചു. കാരണം മൂസാ നബി അലൈഹിസ്സലാമും ചളി കോറുവ ഇടീ തടിനെ ബറപ്പിക്കുന്ന ചളിയിൽ ഷുഐബ് നബി നടന്നുകൊണ്ട് പോകുമ്പോൾ തൻ്റെ വൈഫൊട്ടിಗೆ എത്ര പിടിച്ച് മുട്ടാക്കിയെങ്കിലും ഭയങ്കരമായ ചളി. സഫൂർ ആളുടെ ഇങ്ങനെ പേര്. അയിമ ഭയങ്കരമായി ഇതാക്കിയത് എന്ന് വെള്ളി കമ്പൽ. ഇപ്പോഴത്തെ എന്തോ വ്യവസ്ഥയില്ല. ഓതൊരു തീക്കാണ്ട് തീരെ കട്ട എന്തോ ഒരു മടലിൽ ചൂട്ട അവിടെ പോയിട്ട് വേണ്ട എന്ത് പോയിട്ട് അവിടെ ഈ ഭാര്യക്ക് വൈഫുക്ക് ഒരു ഹെൽപ്പ് ആക്കലോട് കൂടി നീയത്തിൽ പോയ മൂസാ നബി അലൈഹിസ്സലാം തിരിച്ചു വരുമ്പോൾ മുർസലായ മൂസയ്ക്ക് ഇനി അനല്ലാ യാ മൂസ ഒരു മരത്തെ മുട്ട കേൾക്കല്ല. അവിടെ വൈഫ് സഹായാക്കുമ്പോൾ നിക്ക് നിന്റെ അള്ളാഹ് സഹായിക്കൂ എന്നും ഇമാം റാസി റഹ്മത്തുള്ള എഴുതി. ഫൈലാമോട് കിട്ടിയത് അതിനൊരു ഫൈലാമില്ല. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സന്ദേശത്തെ ഇത് കിട്ടുന്ന ആചാര്യ പോയിനോട് വൈഫ് വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകൾ വേണം. അപ്പോൾ ഇത് പരസ്പരം അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തവും ನೀನೆ ಇಬಾದತ್ತೆ ನಾನು ಹಿಡ್ಕೊಳ್ತೇವೆ ಎಷ್ಟ ಎಂದು ಹಾಕಂಡ ವೈಫ್ರೋಡ್ ಸಂಬಂಧ ഒരു ലുക്കുമനെ ഒരു പിടിച്ചോറ് ലുക്കുമ നിന്റെ വൈഫറെ ബായി വിട്ട് കൊടുക്കാനുള്ള കസതക്കത്തു. ഇത്ര വലിയ ഒരു ഇങ്ങനെ ഒരു ഭാര്യ ഭർത്തര സംബന്ധത്തെ ഇത്ര ചന്തത്തിൽ അപ്പോൾ സഹാബി കേട്ടു. പിന്നെ ഇത് ഇയാളുടെ പ്രൈവേറ്റ് വസിയത്ത്. ഭാര്യ ഭർത്തര സംബന്ധത്തിന് അങ്ങനെ കൂലി ഉണ്ടാകും. ഇമാം ഹുസൈൻ പോട്ടു ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധം കൂലിയില്ലെങ്കിൽ ഏ സംബന്ധ അരി കൊടുത്ത് ചോറ് കൊടുത്ത് അരി കൊടുത്ത് അഞ്ചൽ കൊടുത്ത് ഇത് സംബന്ധമല്ല. ജാമാണ്ട് ഞങ്ങളെ സംബന്ധത്തിൽ കൂലിയാണ്. അതൊരു കൂലിയുടെ പണിയാണ് കേട്ടിട്ടുണ്ട് സഹാബി. ലഭിച്ചു ಅದೇ ಜಾಗೆಯಲ್ಲಿ ಅದೇ ವ್ಯವಸ್ಥೆ ಅದೇ ಪ್ರಕ್ರಿಯೆ. ನೀ ಬೇರೆ ಪಿಂಡ ಒಟ್ಟಿಗೆ ಹಾಕೊಂಬ ನಿಮಗೆ ಶಿಕ್ಷೆ ಉಂಟೆങ്കിൽ ഇതിൽ നിനക്ക് കൂലിയുണ്ട്. ഇതേ പ്രക്രിയ ഇതിനെ നീ വേറെ പിന്നെ ഒട്ടിയാക്ക വിവാഹമാവാത്ത സംബന്ധമില്ലാത്ത എങ്കിലെന്നുള്ളൂ
ولا تقربوا الزنا إنه كان فاحشة وساء سبيلا. കൂടെ കൂലുണ്ട്, ಇದಕ್ಕೆ ಕೂಲಿಯರಿಗೆ ನಿಮ್ಮಂತ ಇದ್ದಾರೆ. ഇഫ്താറുകളൊക്കെ ഒട്ടി ജക്കരയൊക്കെ കൂലുണ്ടായിട്ടുള്ള കേട്ടോ. പിന്നെ സംസർഗ ജാമത ഞങ്ങളെ ആ കൂടുതൽക്ക് കൂലിയുണ്ടെങ്കിൽ അതൊരു കൂലിൻ്റെ ഫലമാണ്. കേട്ട് ബുദ്ധിയുള്ള സഹാബാക്കൾ ചെമ്മ കേട്ടാൽ എന്തോ അതേ പണിയല്ല അവിടെ ആക്കും വ്യഭിചാര സിനായ ശിക്ഷയില്ല. അത് നേരെ മറിച്ച് വിരോധപാത. ഇത് നിക്കാഹ് അതിൽ ഇതുണ്ട് എങ്കിൽ ഇത് അതിനേക്കാൾ പിന്നെ സവാബ് എല്ലാത്ത കാലം യാറുണ്ട്. നല്ലതെന്നുണ്ടെങ്കിൽ ഇൻസാൻ മുക്കമ്മൽ ഇൻസാൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ നബിയൻ ചെന്ന് അള്ളാഹ് എന്ന അന്നഹാദ സിറാത്തൻ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു. നിങ്ങൾ എന്താക്കണം? അതിൽ ഇത്തിബാക്കും. അതിൽ തെളിവുകളുണ്ട്. നൂഹ് നബി തുടങ്ങി തൗഹീദ് സ്റ്റാർട്ട് തുടങ്ങിയ നൂഹ് നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിന് 5 പേര് നല്ല എണ്ണപ്പെട്ടങ്ങൾ മക്ബറത്തെ ദൈവീകരിച്ച് അത് വിഗ്രഹത്തെ എല്ലാം കൊടുത്തു പിടിച്ച് വിഗ്രഹമായിട്ട് നിപ്പാട്ടി ഇബ്ലീസ് ആരാധിപ്പിച്ചു പോകുന്നത് നല്ല അമ്പിയാക്കാവില്ല. നൂഹ് ആദം നബി അലൈഹിസ്സലാം കുല്ലുഹും സ്വാലിഹ്. ഇമാം റാസി അഹമ്മദ് സൂറത്ത് നൂഹുലെഴുതി എല്ലാവരും സ്വാലിഹിന ഔലിയാക്കന്മാർ. അങ്ങനെ മക്ബറകളെ ദൈവ സാന്നിധ്യത്തിൽ പോണ ബദൽ അവിടെയും പോയിട്ട് ഞങ്ങളെ ഗുരിയെല്ലാം സാധിപ്പിക്കുക എന്ന് വിചാരിച്ചപ്പാ നൂഹ് നബി ഇസ്ലാം ചെയ്യാൻ വേറെന്തല്ല കല്ലുകൂടിയ വിചാരം ഈ കല്ലതപ്പിന് സമയത്ത് ഇസമാകുമ്പോൾ അത് അവൽ ബന്നി. അപ്പോൾ തൗഹീദ് മുതൽ ആഖിർ തോന്നും ഏതിൽ വേണോ ഇതിൽ വ്യത്യസ്തം ഞാൻ ഇതാക്കുക. വല തത്തബിഉ സുബുല ഫതഫറഖ ബിക്കും അൻ സബീലി. ജന്നാത്ത് അല്ലാഹു വസിയത്ത്. വല തത്തബിഉ സുബുല. ചമ്മറ്റൊരു ലോകത്തിലുണ്ട്. സബീലിലെ പ്ലൂറൽ സുബുൽ. സബീൽ ഒരു തെരു, സുബുൽ ദാരികളും വേറെ 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 തെരു. എന്തെല്ലാം തെരുവില്ല ഇപ്പം ഇന്ത്യയിൽ, എന്തെല്ലാം ഗ്രൂപ്പില്ല. ഇസ്ലാമിലെ ഉള്ളിൽ വന്ന് എന്തെല്ലാം ഗ്രൂപ്പാക്കിയാൽ എന്തെല്ലാം ഉണ്ട്. ലായിലായിലുള്ള മുസ്ലിം ഇതിൽ എന്തെല്ലാം ഗ്രൂപ്പ് വന്നത്. ഒരു പെണ്ണിയാണ് നമ്മൾക്കത് പേര് ചൊല്ലില്ല. നാളെ ഒരു സ്നേഹിത വൈഫും അയ്യോ ടീച്ചർ വിളിച്ച് കേട്ടിട്ട് അള്ളാഹ് റസൂലിലെ ഹബീബി യാ ഹബീബി വിളിക്കോ തീരാൻ ചോദിച്ച മേമുണ്ടല്ലോ മേഡം മേം ഷോർട്ട് ചുന്തു അറബിക്കല്ല ഭാഷയില്ല നബി ഹബീബ് അല്ലെങ്കിൽ ശൈത്താൻ ഹബീബ് അല്ലേ. അള്ളാഹ് റസൂൽ ഹബീബുവിന് വിളിച്ചത് കൊണ്ട് ദൂഷിക്ക് വേണ്ടി പറയുന്ന ടീച്ചറെത്തിയ ഇതൊക്കെ ഉത്തമം ഇങ്ങനെ പണ്ട് മുഹമ്മദ് നബി അള്ളാഹു അന്ത ഹബീബി. ആ മുഹമ്മദ് നബിയെ ചൊല്ലു ഇൻകാന അബാഹു അബ്നാഉക്കും അത് പറഞ്ഞു ലാ യൂമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദി വവലദി വന്നാസി കുല്ലി. നിങ്ങൾ ഒരാൾ ഈമാനുള്ള ആവനെ ನಾನು ನಂದೆ ಅವನೋಂಡ ಅಪ್ಪನೇಕಾಲು ಪಿಸಾಕ ಹೊರತೋದು ಉಮ್ಮೆಕಾಲು ಅದೇ ಅರ್ಥಲ್ಲುಂಡು. ನಂಗೆ ಬೇರೆ ಹೋರಾಟ ಉಮ್ಮನ ಬಿಟ್ಟು ಮದಿನ ತಕ್ಕೊಳ್ಳುಂಟ ಅರ್ಥದಲ್ಲಿಲ್ಲ. ಸಂಕುಚಿತ ಮನೋಭಾವ അള്ളാഹ് റസൂൽ പഠിപ്പായിട്ട് കൊണ്ടിട്ടേ ഉമ്മക്ക് പിടിച്ച് ഏരി. കാരണം നാളെ മാഷൽ അള്ളാഹു കേൾക്കും. അള്ളാഹ് റസൂലിക്ക് ഉമ്മയുടെ പിരിസാക്ക് പഠിപ്പായിട്ടില്ല. പഠിപ്പായിട്ട് പിന്നെ പിരിസാക്കാത്തെ ആ പിരിസാക്കോ പേരിനെ പിരിച്ചൊന്ന് നന്റെ നാണ് ആരമുട്ട അവൻ്റെ ഉമ്മനേക്കാളും അപ്പയേക്കാളും നാം മുഹബത്തുകാരനാവണമെങ്കിൽ അവൻ നല്ല പറയപ്പെട്ട മൂമിൻ അല്ലെങ്കിൽ അവൻ മൂമിനാണ്. ഞാൻ ಎಷ್ಟು അതുകൊണ്ട് ನಾನು സുബൈക്ക് വന്നു. സുബൈ നിസ്കാരം 4 ಗಂಟೆ ಬಂದಿದ್ದು 5 ಗಂಟೆ ಬಂದಿದ್ದು 6 ದಿವಸ അള്ളാഹ് റസൂലില്ലേ അതിലെല്ലാം ഉണ്ടായില്ല മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യവസ്ഥ ലോകത്തിൽ ഉണ്ടാക്കിയ മുഹമ്മദ് റസൂലുള്ളാഹി. ഹബീബു യാ ഹബീബി അന്ത മഹബൂബി. ശിർക്കല്ല, ശിർക്കാണ്. അള്ളാഹ് സ്ഥാനം നബി വെച്ച് കൊടുത്തു. നബിയെ ഞങ്ങൾക്ക് നിയമേ ദേവർ നാളെ മാഷർ നിങ്ങൾ അങ്ങനെ
ഹബീബി. അതുപോലെ ചിലത് വേറെ വേറെല്ലാം ഹക്കീൽ. ഇതെല്ലാം ജാതി വസ്വാസ്. ചിലക്ക് സയ്യദ് എന്ന് വിളിക്കും വലിയ ബേജാറ്. സയ്യദ് നബി സയ്യദ് പറയാം. നബിയെന്ന് നല്ല സയ്യദ് വിളിക്കണ്ട, അള്ളാഹ് സയ്യദ്. അത് മാത്രമാണ് നബി എന്തില് ഇന്നല്ലാഹ തബീബ്, അള്ളമേ വൈദ്യ. ലോകത്ത് എന്താണ് ആരും വൈദ്യരെ വിളിക്കണ്ട. ഏത് അർത്ഥത്തിലേക്ക് ശനത്ത് ഇനി സയ്യദ് അള്ളമേ ചൊന്നെങ്കിൽ അള്ളാഹു യഹ്യാ നബിക്ക് സയ്യദ് വിളിക്കുക. ഖുർആനിൽ യഹ്യാ നബി സയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ്സാലിഹീൻ. യഹ്യാ നബി സയ്യിദ്. ഏതർത്ഥത്തിലുള്ള അള്ളാഹു അയാൾ ഖൗമുകൾ നേതാവാണ്. ഇനി ഹദീസിൽ ഈ ലോകമേ സയ്യിദ് അള്ളാഹ്, അത് ആ അർത്ഥത്തിനാണ് നബി ചൊല്ലാണ്. എല്ലാത്തിനും നോക്കുക സയ്യിദ് അള്ളാഹ്. മുഹമ്മദ് നബി സയ്യിദ്. നബി സയ്യിദ് അല്ലെങ്കിൽ നേതാവ് ലോകത്തിൽ ഇല്ലാണ്ട്. അപ്പൊ ഇതെല്ലാം സങ്കുചിത മനോഭാവം ഉണ്ടായ ഒരു ഗ്രൂപ്പ് ലോകത്തിൽ വേണം. അത് അള്ളാഹ് വല തത്തബിഉ സുബുല ഫതഫറഖ ബിക്കും. വേറെ തെരുവുണ്ട്, അതിൽ നിങ്ങൾ പോയെങ്കിൽ ഈ ഒറിജിനൽ തെരു നിങ്ങൾക്ക് ഇല്ലാണ്ടാവും. വസാക്കും നിങ്ങളുടെ ഞാൻ വസിയത്താക്കരുത്. ബിഹി ലഅല്ലക്കും എന്തിനു വേണ്ടിയിട്ട് തത്തക്കും. നിങ്ങൾ മുത്തക്കിയാവുമെങ്കിൽ മുസ്തഖീമായ തെരു ഏത് നോക്കി ആ സ്റ്റാൻഡിൽ നിങ്ങൾ അതിലെ സ്റ്റാൻഡ് ഉറപ്പിച്ച് ഇൻഷാ അല്ലാഹ്. ബാക്കി ഭാഗം ചൊല്ലി ഇത് ചൊല്ലേണ്ട ആവശ്യമുണ്ട്. അത് ചില കാരണമുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നും ഞങ്ങളെല്ലാവരെയും അവൻ്റെ ഇസ്ലാമികമായ അവൻ്റെ ഇത് വിധി വിലക്ക് എങ്ങനെ ഉള്ളത് അതുപോലെ ജീവിച്ച് മരിക്കുന്ന നല്ല മനുഷ്യരെ അല്ലാഹു ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ചെമ്മ രോഗത്തിൽ ഗുരിയായ പല ആത്മാരുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങക്ക് ശമനം നൽകട്ടെ. മരണപ്പെട്ടു പോയെങ്കിൽ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും